ഹായ് ഫ്രണ്ട്സ്, സുഖാണല്ലോ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പൊട്ടാറ്റോ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആദ്യം നമുക്ക് പൊട്ടാറ്റോ വെച്ചൊരു മസാല ആക്കണം. അപ്പോൾ ഞാൻ ഈ പൊട്ടാറ്റോ വെറുതെ വെള്ളത്തിയിട്ട് പുഴുങ്ങി എടുത്തിട്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുത്ത് വെച്ചേക്കാണ്. ഇത് നമുക്ക് ഇനി ഇന്ന് ഉടച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഈ ഉടയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതങ്ങ് ഉടഞ്ഞ് കിട്ടിക്കോളും. കണ്ടല്ലോ, ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാല ഉണ്ടാക്കാൻ പോകാം. സമൂസയുടെ മസാല ഉണ്ടാക്കാനാണ് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, തീയും കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. വറ്റലോളം ഇട്ട് കൊടുത്ത് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. പൊടിക്കാത്ത ജീരകം ഇട്ട് കൊടുക്കണം. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇനി അടുത്ത് നമുക്ക് അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുത്ത് ആവശ്യമായ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കും. പിന്നെ ഇതുപോലെ 3 സവാള ചോപ്പ് ചെയ്തെടുക്കണം. കണ്ട, ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുത്ത് മഞ്ഞപ്പൊടി 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ അനുസരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അടുത്തത് ഞാൻ ഇത് വലിയ ജീരകം പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗരം മസാലയാണ് ഞാൻ ഹെഡ്കൊണ്ട് വെച്ചാൽ നമുക്ക് ജീരകപ്പൊടി കൂടെ വേണം. അതിൻ്റെ കപ്പ ആയിരിക്കും ജീരകപ്പൊടി ഇടാടുന്നത്. കിട്ടിയത് മക്കളെ കിട്ടി. ജീരകപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുക്കല്ലോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങിന് മാറ്റി ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ കണ്ടോ, മസാല ഇട്ട് ഇളക്കി കൊടുക്കണം. നല്ല സൂപ്പർ മണമാണ് മൂക്കിലിട്ട് ഇങ്ങനെ തുളയ്ക്കുന്നത് കേട്ടോ. മണമെന്ന് പറഞ്ഞാൽ 1.5 മണം നിങ്ങൾ ഉണ്ടാക്കി നോക്കി, അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടല്ലോ, ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉടച്ച് വെച്ച മണമൊക്കെ മൂക്കിൽ വരെയാണ് കേട്ടോ. ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൂടുതൽ ഉണ്ടാക്കണേന്ന് പറഞ്ഞാൽ റംസാൻ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റംസാനിക്ക് നമുക്ക് എപ്പോഴും ഉണ്ടാക്കി ഇതുപോലെ മുത്തോനെ ഉണ്ടാക്കി സമൂസ ഉണ്ടാക്കി ഫ്രീസറിനകത്ത് ഇട്ടിരുന്നാൽ മതി. അവിടെ കിടന്നോളും. ആവശ്യത്തിന് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാം. ഇതിനി ഇളക്കി കൊടുക്കാം. നമുക്കിത് ഇളക്കി കൊടുക്കാം നല്ലപോലെ. റംസാൻ സ്പെഷ്യൽ സമൂസയാണ് കേട്ടോ. നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇളക്കിയിട്ട് കൊടുത്ത് മസാലകൾ എല്ലാ സ്ഥലങ്ങളിലും മസാല എത്തണം. അതുകൊണ്ട് നമുക്ക് ഇളക്കി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാല ഞാൻ ഇളക്കിയിട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് മല്ലിയില അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആ സമൂസ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഈ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കി കൊടുക്കാം. മല്ലിയിലൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ആക്കാം കേട്ടോ. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിക്കോളണം. ഓക്കെ, അടിപൊളി മസാലയാണ് കേട്ടോ അല്ലേ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി. നമുക്ക് റംസാനിക്കൊക്കെ സമൂസ ഉണ്ടാക്കണേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് നമുക്ക് ചുറ്റിയാൽ മതി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തീ ഓഫാക്കാൻ പോയെന്ന് സമൂസയുടെ മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ. നമ്മൾ ഉണ്ടാക്കിയ പൊട്ടാറ്റോ സമൂസ ഫ്രൈ ആക്കാൻ പോവുകയാണ്. ഞാൻ ഒരു ചട്ടിയിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് നമുക്ക് സമൂസ ഇട്ട് കൊടുക്കാം. ഈ ചട്ടിയിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സമൂസ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. ബിസ്മില്ല. കണ്ടല്ലോ, സമൂസ എല്ലാം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതും കൂടെ കോരയാണ്. ഇതും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഞാൻ കോരുന്നത്. ബിസ്മില്ല. എല്ലാം ഫ്രൈ ആക്കി കോരിയിട്ടുണ്ട്. ഇതിലോട്ടിട്ട് കണ്ടോ, ഇത്രയും സമൂസ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഫ്രൈ ആക്കി കോരിയെടുത്തു. ഹായ് മക്കളെ, നമ്മളെ സമൂസ റെഡി. സമൂസ നമുക്കൊന്ന് സർവ് ചെയ്താലോ? ഇതിലോ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ട്രേ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ട്രേ ഞാൻ എടുത്തു. ഇതിലോട്ട് നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. സമൂസ. ബിസ്മില്ല. പേപ്പർ അങ്ങ് പോയി കേട്ടോ. ഇവിടെ അങ്ങോട്ട് വലിക്കട്ടെ ഞാൻ പേപ്പർ. നമ്മളെ മുമ്പോച്ചേനെ വലിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റെഡിയായി. കണ്ടോ, ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം മക്കളെ. നമുക്ക് എല്ലാം കൂടെ കണ്ടോ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാൻ. പൊളിയായില്ലേ? പുളി പൊപ്പിളാപ്പി ആയില്ലേ മക്കളെ സംഭൂസ? അതാ നോക്കിക്കേ, കണ്ടു നോക്കിക്കേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്
നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.